ഭക്തിയുടെയും ഐതിഹ്യങ്ങളുടെയും നിറകുടമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണക്ഷേത്രം. ആലിന്റെ ചില്ലയിൽ ഓടക്കുഴലൂതി നിൽക്കുന്ന കണ്ണനെ കണ്ടെത്തിയ ആ അത്ഭുത കഥയിലേക്ക് നമുക്ക് പോകാം. പണ്ട് അറബിക്കടലിന്റെ ഓളങ്ങൾ തഴുകുന്ന ചെമ്പകശ്ശേരി രാജ്യം ഭരിച്ചിരുന്നത് ഭക്തനും ദയാലുവുമായ ഒരു രാജാവായിരുന്നു. ഒരിക്കൽ രാജാവും പരമഭക്തനായ വിലാപമംഗലത്ത് സ്വാമിയാരും കൂടി വഞ്ചിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടെ ഇന്നത്തെ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തെത്തിയപ്പോൾ അന്തരീക്ഷത്തിൽ അതിമനോഹരമായ ഒരു വേണുഗാനം മുഴങ്ങുന്നത് സ്വാമിയാർ കേട്ടു. മനം മയക്കുന്ന ആ സംഗീതം എവിടെ നിന്നാണെന്ന് അദ്ദേഹം തിരഞ്ഞു. പെട്ടെന്ന് ഒരു ആലിന്റെ ചില്ലയിലിരുന്ന് മുരളി ഊതുന്ന സാക്ഷാൽ ബാലകൃഷ്ണനെ സ്വാമിയാർ തന്റെ ദിവ്യദൃഷ്ടിയാൽ ദർശിച്ചു. ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ രാജാവ് അവിടെ തന്നെ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ക്ഷേത്രം പണി പൂർത്തിയായെങ്കിലും ഭഗവാന്റെ ചൈതന്യമുള്ള ഒരു വിഗ്രഹം കണ്ടെത്തുക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. ഒടുവിൽ കുറിച്ചിയിലെ തെക്കുംകൂർ രാജാവിന്റെ കൈവശം ഒരു അപൂർവ വിഗ്രഹമുണ്ടെന്ന് അവർ അറിഞ്ഞു. ഏറെ സാഹസികമായാണ് ആ വിഗ്രഹം അമ്പലപ്പുഴയിലെത്തിച്ചത്. വഴിമധ്യേ ചമ്പക്കുളം എന്ന സ്ഥലത്ത് വിഗ്രഹം വിശ്രമിക്കാനായി വെച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്.